കാസർഗോഡ് ജില്ലയിലെ മികച്ച പ്രവർത്തനം നടത്തുന്ന ഗ്രന്ഥശാലയ്ക്കുള്ള ബാലബോധിനി പുരസ്കാരം നീലേശ്വരം പള്ളിക്കര വിദ്യാപോഷിണി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന് സമ്മാനിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. ജില്ലയിൽ സാമൂഹ്യ സേവന രംഗത്ത് ഓരോ വർഷവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗ്രന്ഥാലയത്തിന് അതിയാമ്പൂർ ബാലബോധിനി ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പരേതരായ KP കുഞ്ഞമ്പു നായരുടെയും P മാണിയമ്മയുടെയും സ്മരണയ്ക്ക് മക്കൾ ഏർപ്പെടുത്തിയ എൻഡോമെന്റ് പ്രകാരമുള്ള 4ാമത് പുരസ്കാരമാണിത്. അഞ്ചാൻ ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറിയും ബാലബോധിനിയുടെ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടന് സംസ്ഥാനത്തെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള 25,000 രൂപയും കുറ്റിക്കോൽ നെരൂദ ഗ്രന്ഥാലയം സാമൂഹ്യ പ്രവർത്തകനായിരുന്ന M രാമകൃഷ്ണന്റെ സ്മരണയ്ക്ക് ഏർപ്പെടുത്തിയ 10,000 രൂപ അവാർഡും ലഭിച്ചു. ഈ തുകയ്ക്കൊപ്പം 2 ലക്ഷം രൂപ അപ്പുക്കുട്ടന്റെ കുടുംബാംഗങ്ങൾ സ്ഥിര നിക്ഷേപമായും ചേർത്താണ് ഓരോ വർഷവും 1,11,011 രൂപയും പുരസ്കാരവും പ്രശസ്തി പത്രവും ട്രോഫിയും സമ്മാനിക്കുന്നത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് ഉദ്ഘാടനവും നീലേശ്വരം പള്ളിക്കര വിദ്യാപോഷിണി വായനശാല ഗ്രന്ഥാലയത്തിനുള്ള പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു. ഗ്രന്ഥശാലകളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇക്കാര്യം നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. പ്രത്യേകിച്ചും കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ എല്ലാ ആഹ്വാനങ്ങളും വളരെ ഭംഗിയായും ചിട്ടയായും പ്രാവർത്തികമാക്കുന്നതിലും മറ്റേതൊരു ജില്ലയെക്കാളും കൂടുതൽ സമർപ്പിതമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ ഗ്രന്ഥശാലകൾ എന്നാണ്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ അധ്യക്ഷനായി. അവാർഡ് നേടിയ ഗ്രന്ഥശാലയെ അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ പരിചയപ്പെടുത്തി. PVK പൊനയാൽ, ഡോക്ടർ P പ്രഭാകരൻ, അഡ്വക്കേറ്റ് K രാജമോഹൻ, M രാഘവൻ, P വേണുഗോപാലൻ, MP ഗോപി, M സേതു, PV വിദ്യാലത, M പുഷ്പലത, C ശശിധരൻ, KK നാരായണൻ, AK ആൽബർട്ട്, AK രസിക്, N ഗീത തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.